നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല പായസം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഉരുളിയിൽ നമുക്ക് ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കടലപ്പരിപ്പ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാമേ. അതിനുശേഷം ശർക്കര ഉരുക്കി വെച്ചത് നമുക്കിതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ പരിപ്പിന് 1 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ തേങ്ങാപ്പാൽ ഇപ്പോൾ 2ാം തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചവ്വരി വേവിച്ച് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പശുവും പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടാണ്. തേങ്ങാപ്പാൽ 1ാം പാലും 2ാം പാലും മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഏലക്ക കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി 1ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുക്കാം. ലാസ്റ്റ് നമുക്ക് പശുവും പാലും കൂടെ ചേർത്ത് ഇളക്കി വെക്കാം. ഇതിലേക്ക് നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് ഇട്ടാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല ടേസ്റ്റ് നല്ല കളറും കിട്ടും. ഇപ്പോൾ എനിക്ക് കറുത്ത ശർക്കര കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ള ശർക്കര എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി റെസിപ്പിയിൽ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വായോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്